ഇവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചോന്ന് അന്വേഷിച്ചോ? കണ്ടിട്ട് നട്ടൻ എന്താന്നല്ലേ ഇപ്പൊ പറയാം. ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന ടൈം ആയപ്പോ നാത്തൂന്റെ കോള് വന്നിട്ടോ, എനിക്കൊരു സർപ്രൈസ് ഉണ്ട്. എനിക്ക് എന്താണ് സർപ്രൈസ് എന്ന് ആലോചിക്കുമ്പോ ഒരു എത്തുംപിടി ഉണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോ ഓര് 2-3 ആള് എന്റെ വീട്ടിന്റെ അടുത്ത്. അങ്ങനെ ഓര് വന്നിട്ടുള്ളത് ഏത് ടൈമിലാന്നറിയോ? ഉച്ചക്ക് ഫുഡ് കഴിക്കേണ്ട ആ ഒരു ടൈമിൽ നോക്കിയിട്ടാണ് കേട്ടോ അവര് വന്നത്. അങ്ങനെ എല്ലാരും കൂടി ആയപ്പോ ഇനിയിപ്പോ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല, പുറത്തു പോയിട്ട് നല്ലൊരു ഫുഡ് കഴിച്ചാലോ എന്നാണ് വിചാരിച്ചു. സർപ്രൈസ് എനിക്കായിരുന്നെങ്കിലും പൈസ പോയത് എന്റെ തന്നെയായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോ കഴിച്ച ഫുഡ് കണ്ടതോടെ ആ ഒരു പൈസ പോയതൊന്നും ഒരു വിഷമോ തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ എത്തിയത് മണ്ണാർക്കാടുള്ള കസാമോ റെസ്റ്റോറന്റിലോട്ടാണ്. അപ്പൊ കസാമോന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് അവരുടെ മധുഹൂത്തും അതുപോലെ പല വെറൈറ്റീസ് അൽഫാം മന്തി അതുപോലെ തന്നെ ബീഫ് മന്തിയാണ്. അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയ ഉടനെ തന്നെ കിട്ടിയത് അവരുടെ ചിക്കൻ സൂപ്പാണ് കേട്ടോ. ഇത് കോംപ്ലിമെന്ററി ആയിട്ടാണ് തരുന്നത്. സത്യത്തിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. ആദ്യമേ തന്നെ നല്ലൊരു ഇംപ്രഷനും കിട്ടി. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് പലതരം അൽഫാമുകളും മന്തിയും അതോടൊപ്പം അവരുടെ സ്പെഷ്യൽ ആയ മധുഹൂത്തും കൂടെ. സാധാരണ മന്തി അൽഫാമൊക്കെ കഴിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നാറുണ്ടല്ലേ, പക്ഷെ ഇവിടുത്തെ മധുഹൂത്ത് അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും കഴിച്ചുകൊണ്ടിരിക്കാനേ തോന്നുന്നു. കുറെ ഐറ്റംസ് ഉണ്ടെങ്കിലും നമ്മൾ കുറച്ചാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ പെരി പെരി അൽഫാം, ഇത് ഹണിയാണ് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റ് ഉള്ളത് നോർമൽ അൽഫാമും പിന്നെ നമ്മുടെ ഭയങ്കര എരിയുള്ള കാന്താരിയാണ്. പലതരം വെറൈറ്റീസ് വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാറ്റിനും കൂടെ രുചി അറിയാലോന്ന് വിചാരിച്ചു. ബീഫൊന്നും പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാതും കൂടെ നമ്മൾ കഴിക്കണ്ടേ, ഇതന്നെ അത്യാവശ്യത്തിലധികം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ജ്യൂസ് ഇല്ലാതെ എങ്ങനെയാണ് നമ്മുടെ ലഞ്ച് കംപ്ലീറ്റ് ആകുന്നത്? അങ്ങനെ ഞങ്ങൾ തണ്ണിമത്തന്, പപ്പായ, മുസംബി, ഓറഞ്ച്, ഗ്രേപ്സ് തുടങ്ങിയ പലതരം ഫ്രഷ് ജ്യൂസസ് ഒക്കെ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും വെറൈറ്റി ഒരുമിച്ച് കിട്ടിയപ്പോൾ ഞങ്ങളുടെ ലഞ്ച് ശരിക്കും ഒരു ചെറിയ ഗെറ്റ് ടുഗദർ പോലെയൊക്കെ അങ്ങോട്ട് ആയി. പറയാതിരിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യം അവരുടെ സർവീസ് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ചെല്ലുമ്പോൾ മുതൽ ഫുഡ് കഴിച്ച് ഇറങ്ങുന്നത് വരെ നല്ല രീതിയിലുള്ള സർവീസ്. പിന്നെ ഞാൻ ആദ്യമായിട്ടല്ല കേട്ടോ, ഞാനിവിടെ മുമ്പും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ റീ ഓപ്പണിംഗ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ വരുന്നത്. പിന്നെ റീ ഓപ്പണിംഗ് കഴിഞ്ഞുള്ള അതിന്റെ ഫസ്റ്റ് വിസിറ്റ് ആയിരുന്നെങ്കിലും ടേസ്റ്റിലും സർവീസിലും ആംബിയൻസിലും ശരിക്കും നല്ലൊരു മാറ്റം തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ പ്രൈവസി ആയിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയിട്ടുള്ള വിശാലമായിട്ടുള്ള ഏരിയ കൂടി ഇവിടെ സെറ്റ് ആണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കൈ കഴുകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കൂടി ശ്രദ്ധിച്ചത്. സംഭവം മറ്റൊന്നല്ല, വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം, അതിന്റെ അടുത്ത് തന്നെ ഒഴുകുന്ന അടിപൊളിയായിട്ടുള്ള നമ്മുടെ കുന്തിപ്പുഴയാണ് കേട്ടോ കാണുന്നത്. പുഴയുടെ സൈഡിൽ നിന്നുള്ള ആ നല്ല ആംബിയൻസും ക്ലൈമറ്റും കൂടി കിട്ടുമ്പോൾ ഇവിടെ ഇരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും നല്ലൊരു വൈബും കൂടാണ്. അത് മാത്രമല്ല കേട്ടോ, ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ച് സമയം റിലാക്സ് ചെയ്യാനും സംസാരിക്കാനായിട്ട് പുഴയോട് ചേർന്ന് ഓപ്പൺ ആയിട്ടുള്ള വലിയൊരു സീറ്റിംഗ് ഏരിയ കൂടി അവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ടായാലും ഫ്രണ്ട്സ് ആയിട്ടായാലും പ്രൈവസി ആയി ഇരുന്ന് എൻജോയ് ചെയ്യാനും അല്ലെങ്കിൽ വിശാലായിരുന്നു ഭക്ഷണം കഴിക്കാനും ഇവിടെ നല്ല അടിപൊളിയായിട്ട് സൗകര്യം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ടൈമും സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു. സത്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ, നമ്മൾ ഒരിക്കലും ഒരു സ്ഥലം കണ്ടെത്തി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും അവിടേക്ക് തന്നെ പോകുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. ഇപ്പൊ കസാമു ആ ഒരു ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. മണ്ണാർക്കാടുള്ളവർക്ക് മാത്രമല്ല കേട്ടോ, ഈ വഴി വരുന്നവരും കസാമുവിൽ ഇതുവരെ പോയിട്ടില്ലാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് അവരുടെ മധുഹൂത്തും അൽഫാമൊക്കെ തീർച്ചയായും ട്രൈ ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ കസാമോ റെസ്റ്റോറന്റ് വരുന്നത് മണ്ണാർക്കാട് അഹല്യ ഐ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ കുന്തിപ്പുഴയുടെ അടുത്തായിട്ട് വരും കേട്ടോ. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.